ഹായ്, ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ട്രിപ്പിൾ എ. അതായത് ട്രിപ്പിൾ എ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിംഗ് എന്നാണ്. ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നമുക്കിത് ഒരു ഡിവൈസിനകത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, റൂട്ടർ ആയിക്കോട്ടെ, സ്വിച്ച് ആയിക്കോട്ടെ, ഫയർ വാൾ ആയിക്കോട്ടെ, അതിനകത്തേക്ക് സപ്പോസ് നമ്മൾ ടെൽനെറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ SSH ചെയ്യുകയാണെന്നാണ്. അപ്പോൾ അതിന് ഒരു ഓതൻറ്റിക്കേഷൻ ഫസ്റ്റ് ആ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മളോട് ചോദിക്കും. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഡിവൈസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മളോട് ചോദിച്ചു. അത് പ്രോപ്പറാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇത് വാലിഡ് യൂസർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓതൻറ്റിക്കേഷൻ എന്ന് ചെയ്യുന്നത്. ഓക്കെ, അത് പല രീതിയിലാവും. ഒന്നുകിൽ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് റെറ്റിന സ്കാൻ, അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ നമുക്ക് തമ്പ്, അങ്ങനെ പല പല മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓതൻറ്റിക്കേഷൻ. ഇപ്പോൾ ഇത് വാലിഡ് യൂസർ ആണോ, ഇയാൾ തന്നെയാണോ ഈ ആൾ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ യൂസർ, ഓക്കെ, അയാൾക്ക് ലോഗിൻ ചെയ്തു, അയാൾക്ക് അതിനകത്ത് കയറി. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട് ഇവിടെ, ഇയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു ഫയലാണെങ്കിൽ ഫയൽ വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പെർമിഷനാണോ, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനുണ്ടോ, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു റൂട്ടറിനകത്തേക്ക് ടെൽനെറ്റ് ചെയ്ത് കയറി, ഈ ഒരു യൂസർക്ക് പ്രിവിലേജ് മോഡിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകാൻ പറ്റുമോ. കോൺഫിഗറേഷൻ മോഡിൽ പോയാൽ തന്നെ അയാൾക്ക് എന്താ പറയുക, റൂട്ടിംഗ് പ്രോട്ടോക്കോളിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ, അങ്ങനെ, അല്ലെങ്കിൽ ഏതൊക്കെ കമാൻഡ്സ് ഇയാൾക്ക് അടിക്കാം, ഏതൊക്കെ കമാൻഡ്സാണ് ഇയാൾക്ക് അടിക്കാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പെർമിഷൻസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂസർ വന്നു, അയാൾ ലോഗിൻ ചെയ്തു, അയാൾ പല പല കമാൻഡുകൾ അടിച്ചു, അയാൾ ലോഗൗട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഇയാൾ എപ്പോഴാണ് ലോഗിൻ ചെയ്തത്, ഇയാൾ എപ്പോഴാണ് ലോഗൗട്ട് ചെയ്തത്, ഇയാൾ എന്തൊക്കെ കമാൻഡ്സാണ് ഇയാൾ ഇവിടെ ടൈപ്പ് ചെയ്തത് എന്നൊക്കെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു PPP യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി എത്രമാത്രം ബാൻഡ് വിഡ്ത്ത് ഇയാൾ യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രിപ്പിൾ എ എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ, അതായത് ആർ യു എ വാലിഡ് യൂസർ, അതാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓതറൈസേഷൻ എന്ന് പറയുന്നത് വാട്ട് സർവീസസ് യു ആർ പെർമിറ്റഡ് വിത്ത് റിസോഴ്സസ്. ഇനി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ടൈം ആൻഡ് ഡാറ്റ യു ഹാവ് യൂസ്ഡ്. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂടിയാണ് നമ്മൾ ട്രിപ്പിൾ എ എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ എ നമ്മളൊരു സെൻട്രലൈസ്ഡ് ഓതൻറ്റിക്കേഷൻ, അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. പല കമ്പനികളിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സെർവർ ഒന്നുകിൽ റേഡിയസ് സെർവർ ആയിരിക്കും, അല്ലെങ്കിൽ ടെക്കാക്ക സെർവർ ആയിരിക്കും. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളത് വീണ്ടും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു നോർമലി നമ്മളൊരു ബേസിക് ലെവൽ CCNA ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ഒരു റൂട്ടർ അല്ലെങ്കിൽ ഒരു സ്വിച്ച് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മൾ റൂട്ടറിനകത്ത് ലോക്കലിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് റൂട്ടറിൻ്റെ ലോക്കൽ ഡാറ്റാബേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു 100 സ്വിച്ചസ് ഉള്ള ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ, ഈ 100 സ്വിച്ചസിനകത്തും പോയിട്ട് ഒരു പർട്ടിക്കുലർ യൂസർ നെയിമും പാസ്വേഡും, ഒരു പുതിയൊരു യൂസർ വരികയാണ്, ഒരു പുതിയൊരു അഡ്മിനിസ്ട്രേറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയുള്ള യൂസർ നെയിമും പാസ്വേഡും ഈ 100 ഡിവൈസിനകത്തും പോയിട്ട് കോൺഫിഗർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു tedious ടാസ്ക്കാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ എ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്താൻ വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് ട്രിപ്പിൾ എ സെർവർ ഉണ്ടാവും. ഓക്കെ, ഒരു റേഡിയസ് സെർവറോ ടെക്കാക്ക സെർവറോ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് വെക്കും. ഓക്കെ, അപ്പം ഈ സെൻട്രലൈസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു യൂസർ ഒരു റൂട്ടറിലേക്കോ സ്വിച്ചിലേക്കോ ഫയർ വാളിലേക്കോ ഇയാൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇയാൾ ടെൽനെറ്റ് ചെയ്തു, ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും ഇയാൾ ചോദിക്കുന്നു. അപ്പം ഇത്
ശരിക്കും ഈ യൂസർ നെയിമും പാസ്വേഡും ഇയാൾ കൊടുത്താലും അത് ഈ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇയാളുടെ ലോക്കൽ ഡാറ്റാബേസിലല്ല, പകരം എവിടെയാണ്, AAA സെർവറിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ യൂസേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഈ നെറ്റ്വർക്കിനകത്ത് മൊത്തം എത്ര യൂസേഴ്സ് ഉണ്ട് എന്നുള്ളത് അവരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ AAA സെർവറിലാണ്. എന്നിട്ട് സ്വിച്ചസിനകത്തും ഫയർവാളിനകത്തും റൂട്ടറിനകത്തും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ AAA സെർവർ ആരാണ് എന്നുള്ളത് അയാളുടെ IP അഡ്രസ്സ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ആ യൂസർ നെയിമും പാസ്വേഡും വെരിഫിക്കേഷൻ പോയി ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, AAA സെർവറിൽ ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ AAA വെരിഫൈസ് ഐഡൻറ്റിറ്റി, പെർമിഷൻസ് ആൻഡ് യൂസേജ് ട്രാക്കിംഗ് എന്ന് പറയും സിമ്പിളായിട്ട്. പിന്നെ AAA മാനേജസ് ഹൂ ക്യാൻ ആക്സസ് വാട്ട് ഓൺ എ നെറ്റ്വർക്ക്. പിന്നെ AAA സെക്യൂർസ് ആക്സസ് വിത്ത് ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ് ഓർ ലോഗിങ്. ഇനി AAA ഈസ് എ ഫ്രെയിംവർക്ക് ഫോർ ആക്സസ് കൺട്രോൾ ആൻഡ് ട്രാക്കിംഗ് എന്ന് പറയാം. പിന്നെ AAA എൻഫോഴ്സസ് സെക്യൂരിറ്റി ബൈ ചെക്കിംഗ് ആൻഡ് ട്രാക്കിംഗ് യൂസർ ആക്ഷൻസ്. പിന്നെ AAA പ്രൊവൈഡ്സ് ലോഗിംഗ്, വെരിഫിക്കേഷൻ, പെർമിഷൻസ് ആൻഡ് ആക്ടിവിറ്റി ലോഗിങ്സ്. അപ്പോൾ ഇതാണ് AAAൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്ക് കവർ ചെയ്യാം. താങ്ക് യു.